ബഹുമാനീയരായ മീഡിയ സുഹൃത്തുക്കളെ ഞങ്ങൾ അടിയന്തരമായി വിളിച്ചു ചേർത്ത ഒരു വിഷയം, ഇന്ന് ചടയങ്കലം പഞ്ചായത്തിലെ ഒരു കമ്മിറ്റി, ഒരു അസാധാരണ കമ്മിറ്റി, സ്പെഷ്യൽ അടിയന്തര കമ്മിറ്റി 2 മണിക്ക് കൂടുകയാണ്. അതിലെ അജണ്ട നമ്മുടെ ഈ കണ്ണമ്പാറ കോറി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന പാത, അതായത് അവരുടെ കോറിയിലേക്ക് പോകുന്ന 4 മീറ്റർ റോഡിന് സമാന്തരമായി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളതും ഗ്രാമവാസികൾ ഉപയോഗിക്കുന്നതുമായ റോഡുണ്ട്. ആ റോഡ് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മെയിൻ്റെനൻസ് ചെയ്ത് കോറി മുതലാളിമാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢമായ തന്ത്രം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി കോറി വിരുദ്ധ സമിതി നിങ്ങളെ കാണാൻ ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചു. നമുക്കറിയാം, ഞാൻ ഒരു 2 മാസം മുമ്പ് ഞങ്ങളുടെ സമരസമിതിയുടെ കൺവീനർ തിരുവനന്തപുരത്തെ പാരിസ്ഥിതിക ആഘാത സമിതി സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിക്ക് ഒരു പരാതി കൊടുത്തു. അവർക്ക് 8 മീറ്റർ റോഡുള്ള 8 മീറ്റർ വീതിയുള്ള റോഡ് ഒരു കോറിയിലേക്ക് പോകാനില്ല. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് റോഡിന് 6 മീറ്റർ താഴെ മാത്രമേ വീതിയുള്ളൂ. ഇവർ വാഹനങ്ങൾ, ടോറസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നു പോകുന്നതുകൊണ്ട് ആ റോഡ് പൊട്ടിപ്പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമല്ലാതെ കൊണ്ടിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരൊരു തീരുമാനം പുറപ്പെടുവിച്ചു. തീരുമാനം ഇങ്ങനെയായിരുന്നു: 10 മെട്രിക് ടൺ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങളിനെ ആ റോഡിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറേ കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും അറിയുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിനെതിരായിട്ട് ഈ കോറിയുടെ ഉടമസ്ഥർ കോടതിയെ സമീപിച്ചു. അവർ ഇങ്ങനെ വാദിച്ചത് ഇങ്ങനെയാണ്: ഇങ്ങനെ ഈ 10 മെട്രിക് ടണ്ണിൽ കൂടുതൽ വാഹനങ്ങൾ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ ധാതുക്കൾ, പാറ അവിടെ കെട്ടിക്കിടക്കുമെന്നും അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുമെന്നും അതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവരൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് മെയിൻ്റനൻസിന് വേണ്ടി അവർ ഫണ്ട് ഉപയോഗിക്കാൻ തയ്യാറാണ് എന്ന് കൂടി കോടതിയെ അറിയിച്ചു. അപ്പോൾ കോടതി ഒരു തീരുമാനം എടുത്തു. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ഇങ്ങനെ ഇത് അനുവദിച്ചില്ലെങ്കിൽ, ഈ ഉത്തരവ് നടപ്പാക്കുകയാണെങ്കിൽ, പാരിസ്ഥിതിക സമിതിയുടെ ഉത്തരവ് നടപ്പാക്കുകയാണെങ്കിൽ മൈൻഡ് മിനറൽസ്, അതായത് പാറകൾ അവിടെ കെട്ടിക്കിടക്കുമെന്ന് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ പഞ്ചായത്തിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു ഉപയോഗിക്കുന്ന പാത തുറന്നു ഉപയോഗിക്കുന്ന രീതിയിൽ വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുണ്ടായി. ഈ കേസ് അടുത്ത് മാറ്റിവെച്ച് മെയ് മാസം 29 വീണ്ടും വിളിച്ചിരിക്കുകയാണ്. ഇവിടെ എങ്ങും ഈ കോടതിയോ അല്ലെങ്കിൽ ഈ കോറിയുടെ മുതലാളിമാരോ എന്നും നമ്മുടെ ഈ പ്രധാനമായ വിഷയമുള്ള ഈ പാതയെക്കുറിച്ച്, നമ്മുടെ കണ്ണമ്പാറ ക്ഷേത്ര റോഡിനെ കുറിച്ച് എങ്ങും പരാമർശിച്ചിട്ടില്ല. ആ റോഡ് ഗതാഗതയോഗ്യമാകണമെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. CSR ഫണ്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ 10 ലക്ഷം രൂപ ഉപയോഗിക്കേണ്ടത് അതൊരു അടിയന്തരമായി ഉപയോഗിക്കണമെന്നോ CSR ഫണ്ടാണെന്നോ പറഞ്ഞിട്ടില്ല. അത് പഞ്ചായത്തിൽ കെട്ടിവെച്ചുകൊണ്ട് ഇവർ ഉപയോഗിക്കുന്ന പാത യഥേഷ്ടം ഉപയോഗിക്കാനുള്ള ഒരു അനുവാദമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. അതിന്റെ മറവിൽ ഈ ഉത്തരവിനെ വ്യാജമായി അല്ലെങ്കിൽ അതിനെ അവർക്ക് അനുകൂലമാക്കി തീർക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പഞ്ചായത്ത് തീരുമാനമാണ് അവർ ഇന്ന് എടുക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് യാതൊരു കാരണവശാലും കോറി വിരുദ്ധ സമിതി അംഗീകരിക്കില്ല. ഇന്ന് വെച്ചിരിക്കുന്ന അജണ്ട ഇതാണ്: നാറ്റ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം ഗ്രാമപഞ്ചായത്തിനെതിരെ നൽകിയ പെറ്റീഷൻ നമ്പർ 9372 നമ്പർ കേസിൽ കണ്ണമ്പാറ കോറിയിലേക്ക് പോകുന്ന റോഡ്, അങ്ങനെ ഒരു ഉത്തരവ് കോടതി പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. കണ്ണമ്പാറ കോറിയിലേക്ക് റോഡൊന്നും പറഞ്ഞിട്ടില്ല. കോറിയിലേക്ക് റോഡ് CSR ഫണ്ട് പറഞ്ഞിട്ടില്ല. അവരെ യൂസർ ഫീ അല്ല, യൂസർ ഓഫ് വെഹിക്കിൾസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആ പ്രത്യേക ടേം അതിലുണ്ട്, ആ കോടതി ടേം ഉണ്ട്, യൂസർ ഓഫ് വെഹിക്കിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി 10 ലക്ഷം രൂപ പഞ്ചായത്ത് കെട്ടിവയ്ക്കുക. പഞ്ചായത്ത് ഈ പണം സ്വീകരിക്കാം. നാളെ ഈ പണം എടുത്ത് കണ്ണമ്പാറ റോഡ് ശരിയാക്കാൻ കോടതി പറഞ്ഞിട്ടില്ല. ഈ പുട്ടത്തോണ റോഡും ശരിയാക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ഭാവിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഫണ്ട് ആർക്ക് ഉപയോഗിക്കാം? പഞ്ചായത്തിനല്ല ഉപയോഗിക്കേണ്ടത്, ഈ പെറ്റീഷണർക്ക് ഉപയോഗിക്കാം എന്നാണ്. അതിന്റെ കരുതൽത്തരമായിട്ടാണ് പഞ്ചായത്ത് കെട്ടിവയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ അജണ്ട ഇതാണ്: ഈ ഫണ്ട് CSR ഫണ്ട് ഉപയോഗിച്ചു മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് കോടതി ഉത്തരവായിട്ടുള്ളതാണ്. പഞ്ചായത്ത് അംഗങ്ങളെയും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട് അതല്ലെങ്കിൽ ഞങ്ങളൊക്കെ അല്പസാമാന്യ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട് നേതൃത്വത്തിലുണ്ട്, ഞങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് സെക്രട്ടറി കോറി മുതലാളിമാരുടെ ഒത്താശ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ജനകീയ പ്രക്ഷോഭത്തെ ശക്തമായി നേരിടേണ്ടി വരും എന്നാണ് ഈ തരുണത്തിൽ പറയാനുള്ളത്. ഒന്നുകിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി സെക്രട്ടറി ഉൾപ്പെടുന്ന കോറി വിരുദ്ധ സമിതിയുടെ പ്രവർത്തകർ ഉൾപ്പെടുന്ന ഒരു ടീമിനെ വിദ്യയെക്കുറിച്ച് പഠിക്കാൻ നിയമപരമായി സമീപിക്കാൻ തീരുമാനം എടുക്കണം. അതല്ലെങ്കിൽ ഇതിനെതിരെ അപ്പീൽ പോകണം. ഇങ്ങനെ ഒരു റോഡിനെ കുറിച്ച് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ അടിയന്തരമായി ഇങ്ങനെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്ത് കോറി മുതലാളിക്ക് അനുകൂലമായി പ്രവർത്തിക്കാനുള്ള ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ശ്രമത്തെ ഞങ്ങൾ ഏത് വിധേനയും ചെറുക്കും എന്നാണ് കരുതുന്നത്. കോറി പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാത്തതിനാൽ പഞ്ചായത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ഹർജിക്കാരന്റെ നിർദ്ദേശം പഞ്ചായത്ത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് പഞ്ചായത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. അത് വ്യക്തമാണ്.
അപ്പോൾ ഇത് പഞ്ചായത്തിന്റെ വാദം ഞങ്ങൾക്ക് അനുകൂലമാണ്. ഞങ്ങൾ പലപ്പോഴും പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിൽ ശാഖിച്ചിട്ടുള്ളതാണ്. ഈ നിലപാട് പഞ്ചായത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കെ പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും ഈ വിധിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവ്യക്തതയുണ്ട്. അദ്ദേഹം മനസ്സിലാക്കണം. പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഈ വിധിയെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം. ഇവിടെ CSR ഫണ്ടെന്നൊരു പദമില്ല. കണ്ണമ്പാറ ക്ഷേത്ര റോഡെന്നൊരു റോഡിന്റെ പേര് ഈ കോടതി പറഞ്ഞിട്ടില്ല. അപ്പോഴെന്തുകൊണ്ടാണ് ഇത്രയും താല്പര്യം ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി സമരത്തിലാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കോറി മുതലാളിമാരുടെ ഒത്താശ സ്വീകരിച്ചുകൊണ്ട് കോറിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ ഞങ്ങൾ തെരുവിൽ തടയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി ഇത് ഞങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തന്നെ ബഹുമാന്യനായ റാംലി സാറ് സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടക്കം മുതൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചോ കോറി പ്രവർത്തനത്തിൽ ലൈസൻസ് കൊടുത്തതിന്റെ ലൈസൻസ് നിയമങ്ങളുടെ ലംഘനം സംബന്ധിച്ചോ കോറി മുതലാളിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ഭീഷണിയെ സംബന്ധിച്ചോ ഒരു പരാതി കൊടുത്താൽ അത് അനുകൂലമായി ഒരിക്കലും നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഒരു തീരുമാനം എടുക്കുകയില്ല. അദ്ദേഹം അപ്പോഴെല്ലാം അത് എന്തെങ്കിലും ന്യായങ്ങൾ പറയും, അവർക്ക് മറ്റ് ലൈസൻസ് ഉണ്ടെന്നും കോടതി പോകുമെന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനവും ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ കോടതി ഈ കണ്ണമ്പാറ റോഡിനെ പറ്റി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വാഹനങ്ങൾ ഈ പാറ ഉപയോഗിക്കുന്ന ലോറികൾ ഉപയോഗിക്കുന്ന റോഡുകൾ ആ പഞ്ചായത്ത് റോഡിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഉത്തരവ് വളരെ സൂത്രത്തിൽ വളച്ചൊടിച്ച് കോറി മാഫിയയോട് ചേർന്ന് അവർക്ക് അനുകൂലമായി ഈ റോഡ് കൂടി ഈ ജനങ്ങൾ സഞ്ചരിക്കുന്ന പഞ്ചായത്ത് റോഡ് കൂടി കണ്ണമ്പാറ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് കൂടി കോറി മാഫിയയ്ക്ക് കൊടുക്കാനുള്ള വലിയൊരു കുതന്ത്രമാണ് ഇവിടെ ഈ സെക്രട്ടറി നടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും. മാത്രമല്ല ഈ പഞ്ചായത്ത് റോഡ് ബഹുമാന്യനായ മുസ്തഫ അംബർ പഴയ മെമ്പർ അവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലും വന്ന് കണ്ണമ്പാറ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ജനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി മാത്രം മാർക്ക് ചെയ്ത് അവിടെ സഞ്ചരിക്കാൻ പാടില്ല എന്ന് കോറി മുതലാളിമാർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളതുമാണ്. ഇപ്പൊ ആ റോഡ് ഇവരുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടംപ്റ്റ് കോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിയെ ധിക്കരിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോ സമരം ചെയ്ത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനൊരു തന്ത്രം ഇതിനകത്തുണ്ട്. ഞങ്ങൾ ഈ വിധി ഞങ്ങൾ യഥാവിധി ഈ കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇവരുടെ ഈ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഈ രീതിയെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ കാണാൻ തയ്യാറാണ്. അദ്ദേഹം പഠിക്കട്ടെ. ഇപ്പൊ ഇത് സെക്രട്ടറി പറയുന്നത് ഈ വിധി നടപ്പിലാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി പോകുന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു വിധി ഇല്ല. ഈ പണം സ്വീകരിക്കുന്ന നമുക്കാർക്കെതിരില്ല. പഞ്ചായത്ത് അവരിൽ നിന്ന് 10 ലക്ഷം രൂപ അവർ പഞ്ചായത്ത് സ്വീകരിക്കട്ടെ. പക്ഷേ നാളെ തന്നെ ഉപയോഗിച്ച് ഈ റോഡ് അവർ ഉപയോഗിക്കുന്ന റോഡ് പോലും ഉടൻ തന്നെ മാനേജ് ചെയ്യണമെന്ന് അവർ പറയുന്നില്ല, കോടതി പറയുന്നില്ല. നാളെ ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോയാൽ ആർക്ക് ഉപയോഗിക്കാം? ഈ പണം എത്തിക്കുന്ന പണം കൊണ്ട് പെറ്റീഷണർക്ക് വിനിയോഗിക്കാമെന്നാണ് പറഞ്ഞത്. പെറ്റീഷണർ ആരാണ്? കോറി മുതലാളിയാണ്. ഈ കോറി മുതലാളി ഈ റോഡ് കൈക്കലാക്കാൻ അവരുടെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റാണ് അവിടെ നടപ്പിലാക്കുന്നത്. ഇനി അടുത്ത ചാപ്രായ ഗ്രാനൈറ്റ്സിന്റെ മൈനിങ് പ്ലാൻ കൊടുക്കുന്ന റോഡ് ഇതാണ്. എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് റോഡ് തന്നെ വേണമെന്ന് ഇത്രയും ശാഠ്യം പിടിക്കുന്നതിന് കാരണമെന്താണ്? അവരവിടെയുള്ള ഒരു പെറ്റീഷൻ 10 പേരടങ്ങുന്ന പെറ്റീഷനെ മുതലാളിമാർ ഒപ്പിടിപ്പിച്ചു കൊടുത്തു. ഈ 10 പേരും അവിടെ ഈ റോഡിന്റെ ഗുണഭോക്താക്കളല്ല. ഇവർ കുറച്ച് പേര് ഭൂമി വിറ്റുപോയവരാണ്. ബാക്കിയുള്ള ആൾക്കാർ മുതലാളിയുടെ പിണിയാളുകളാണ്, അവരുടെ ജോലിക്കാരാണ്. ഇത് വെച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിന്റെ ഒരു അജണ്ട കൊണ്ടുവന്നു. അവിടെ പഞ്ചായത്ത് റോഡ് മാനേജ് ചെയ്യും. ഈ പഞ്ചായത്തിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന എത്രയോ റോഡ് പൊട്ടിപ്പളഞ്ഞ് കിടക്കുമ്പോഴാണ് ഇത്രയും വളരെ താല്പര്യം ഈ റോഡ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇവർക്ക് വിനിയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന താല്പര്യം നമുക്ക് ഒരിക്കലും അംഗീകരിക്കില്ല. ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഏത് വിധേനയും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ഇത് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ഈ വിധി വ്യക്തമായി പഠിച്ചുകൊണ്ട് വിധി നടപ്പാക്കാൻ പഞ്ചായത്ത് ബാധ്യതരാണ്. ആ വിധി നടപ്പാക്കുക തന്നെ വേണം. പക്ഷെ ആ വിധി എന്താണ് എന്നുള്ള വളച്ചൊടിച്ചുകൊണ്ടുള്ള ആ നയത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾ അംഗീകരിക്കില്ല. ഏതറ്റം വരും ഞങ്ങൾ പോകാൻ തയ്യാറാണ്. സമരരംഗത്ത് തന്നെ പോകും. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പഞ്ചായത്തിൽ 10 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞിരുന്നത് അതല്ല CSR ഫണ്ട് അല്ലത്. CSR ഫണ്ട് ഉപയോഗിക്കുന്നത് പഞ്ചായത്താണ് തീരുമാനിക്കുന്നത് എവിടെ ഉപയോഗിക്കണം, എന്തിനു ഉപയോഗിക്കണമെന്ന്. അല്ല കോറിക്കാർക്ക്
റോഡുണ്ടാക്കി കൊടുക്കാനല്ല CSR ഫണ്ട് ഉപയോഗിക്കുന്നത്. അത് ബഹുമാന്യനായ സെക്രട്ടറി വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അയാളുടെ ധാരണ ഞങ്ങൾക്കാർക്കും ഇതൊന്നും അറിയില്ല, ഞങ്ങൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ് എന്നുള്ള ഒരു വലിയ മുൻധാരണ ഈ സെക്രട്ടറിക്കുണ്ട്. അദ്ദേഹം അത് തിരുത്തണം. ഈ കോടതി ഉത്തരവുകളും കാര്യങ്ങളും ഒക്കെ വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ഇയാളെ വഴിയിൽ ഞങ്ങൾ തടയേണ്ടി വരും എന്നുള്ളത് വളരെ കർശനമായി അറിയിക്കുകയാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ.